Hello and welcome to yet another episode of AV Tiles and Sanitary Kollam, Kollathe #1 tile shop. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഇപ്പോക്സി ഗ്രൗട്ട്സ്. ഇപ്പോക്സി ഗ്രൗട്ട്സ് ഏത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതിൽ ഉപയോഗിക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണ്? ലെറ്റ്സ് വാച്ച്. ഇപ്പോക്സി ഗ്രൗട്ട്സിന്റെ ആവശ്യം എവിടാണ്? നമുക്കറിയാം, ടൈൽ ലേ ചെയ്യുന്ന ആക്ച്വൽ രീതി ടൈൽസിനെ സ്പേസർ വെച്ച് ഗ്യാപ്പ് ഇട്ട് ലേ ചെയ്തിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഒഴിച്ച് 4-5 ദിവസം അതിന് ക്യൂറിംഗ് കൊടുത്ത് അനദർ 4-5 ഡേയ്സ് ആ ക്യൂർ ചെയ്യാൻ ഇട്ട വെള്ളം അതിനകത്തുനിന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ ജോയിന്റ്സിനെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി ഗ്രൗട്ട് ആണ് ഇപ്പോക്സി ഗ്രൗട്ട്. ഈ ജോയിന്റ്സ് നമുക്ക് സാധാ സിമെന്റീഷ്യസ് ഗ്രൗട്ട് വെച്ചും ഫില്ല് ചെയ്യാം. അത് വളരെ ചീപ്പാണ്, പക്ഷെ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അവിടാണ് ഇപ്പോക്സി ഗ്രൗട്ടിന്റെ ആവശ്യം വരുന്നത്. ഇപ്പോക്സി ഗ്രൗട്ട് ടൈല് കിടക്കുന്ന പോലെ തന്നെ എത്ര നാൾ ടൈല് കിടക്കും? ഒരു ടൈലിന്റെ നോർമൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 50 to 70 ഇയേഴ്സ് ആണ്. അത്രയും വർഷം തന്നെ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പോക്സി ഗ്രൗട്ട്. ഇന്ന് ഈ ഇപ്പോക്സി ഗ്രൗട്ട്സിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിലിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ടൈപ്പ് ഓഫ് ഇപ്പോക്സീസ്, കൈൻഡ് ഓഫ് ഇപ്പോക്സീസ്, ഇതെല്ലാം നമ്മൾ ഇന്ന് അറിയും. അവൈലബിൾ ബ്രാൻഡ്സ് ഇൻ ഇപ്പോക്സി, ടിപ്സ് ഇൻ ഇപ്പോക്സി ലേയിങ്, ഇതെല്ലാം നമ്മൾ ഇന്ന് കേൾക്കും. പക്ഷേ ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോക്സി ഒരു ഓഫ് ദ ഷെൽഫ് പ്രൊഡക്റ്റ് അല്ല. ഇപ്പോക്സി ഇടാൻ നമുക്ക് പുറത്തുനിന്ന് ഒരു ആപ്ലിക്കേറ്ററിന്റെ സഹായം വേണം. ഈ ആപ്ലിക്കേറ്ററിന്റെ റോൾ ടൈൽ ലേയിങ്ങിൽ അല്ലെങ്കിൽ ഇപ്പോക്സി ലേയിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് 2 റീസൺ ഉണ്ട്. ഫസ്റ്റ് റീസൺ, എല്ലാ കമ്പനീസും അവരുടെ പ്രൊഡക്ട്സിനകത്ത് ഈ ടൈൽ ലേയിങ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ എപ്പോക്സി ലേയിങ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടോക്കൺ അമൗണ്ട് അതിനകത്ത് ബാർകോഡ് ആയിട്ടോ QR കോഡോ ആയിട്ടോ ഇട്ടേക്കും. ഒരുപക്ഷെ അതുകൊണ്ടാകാം നിങ്ങളുടെ ആപ്ലിക്കേറ്റർ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ആവശ്യപ്പെടുന്നത്. സെക്കൻഡ് തിങ്, ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. അതായത് 2 പാർട്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 20 മിനിറ്റ്സ് ഇത് സെറ്റ് ആയി തുടങ്ങും. വിതിൻ 40 മിനിറ്റ്സ് ഇതിന്റെ സെറ്റിംഗ് പൂർണ്ണമാവും. അതുകൊണ്ട് ഹാബിറ്റ്, അതായത് നമ്മൾ എന്താണോ ചെയ്തു വന്നേ ആ ഹാബിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റിംഗ് ടൈം, മിക്സിംഗ് റേഷ്യോസ് ബ്രാൻഡ് ടു ബ്രാൻഡ് മാറും. അപ്പം ഒരു വർക്കറിന് എന്തുവാണോ ചെയ്ത് ശീലം അതായിരിക്കും അവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഈ 2 കാര്യം കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഇപ്പോക്സീസിലേക്ക് വരാം. ഇപ്പോക്സീസ് മെയിൻലി 3 ടൈപ്പ് ഉണ്ട്. ഈ 3 ടൈപ്പ് പെട്ടെന്ന് പറയുവാണെങ്കിൽ 3 പാർട്ട് എപ്പോക്സി, 2 പാർട്ട് എപ്പോക്സി ആൻഡ് സിംഗിൾ പാർട്ട് എപ്പോക്സി. നമുക്കിപ്പോ കണ്ടു നോക്കാം ഏതൊക്കെയാണ് AV കൊല്ലത്തുള്ള ബ്രാൻഡ്സ്. ഇതെന്റെ ഇടത് സൈഡ് ഇരിക്കുന്നത് ഈ 4 യൂണിറ്റ്സ്, ഇതാണ് 3 പാർട്ട് എപ്പോക്സീസ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം 3 പാർട്ട് എപ്പോക്സി എന്ന് പറഞ്ഞാൽ എന്താണ്. ആദ്യം ഇരിക്കുന്നത് റോഫ് ആണ്. പിഡിലൈറ്റ് എന്ന് പറയുന്ന ഫെവിക്കോൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ എപ്പോക്സി ആണ്. രണ്ടാമത്തേത് അൾട്രാടെക് സിമെന്റ്. അൾട്രാടെക് സിമെന്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അൾട്രാടെക് എപ്പോക്സീസ് 3 പാർട്ട്. സെറാപോക്സി 23. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഏറ്റവും നല്ല വാട്ടർ പ്രൂഫിങ്ങും അതുപോലത്തെ പല ഇൻഡസ്ട്രിയൽ വർക്കിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സെറാപോക്സി. ഇനി ഇതാണ് ഏറ്റവും സുപരിചിതമായ ഒരു ബ്രാൻഡ് 3 പാർട്ടിൽ, അതായത് MYK ലാറ്റിക്രേറ്റിന്റെ SP100. ഈ മാർക്കറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് ലീഡറാണ്. കഴിഞ്ഞ വർഷം MS ധോണി ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടും ചേർന്നിട്ടുണ്ട്. ഇനിയാണ് 2 പാർട്ട് എപ്പോക്സീസ്. 2 പാർട്ട് എപ്പോക്സീസ് എന്തുവാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം. പക്ഷെ ആദ്യം നമ്മുടെ കയ്യിലുള്ള ബ്രാൻഡ്സ്. ആദ്യം ഇരിക്കുന്നത് സെറാപോക്സിയുടെ 2 പാർട്ട് എപ്പോക്സി ആണ്. രണ്ടാമത് ഈ കാണുന്ന മഞ്ഞ ബക്കറ്റ്, ഇത് വെബർ, അതായത് സെയിന്റ് ഗോബൈൻ ഗ്ലാസ് നിർമ്മിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് വെബർ. ഈ ഏറ്റവും മേളിൽ ഇരിക്കുന്നതാണ് ഈ സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡർ, അതായത് റോഫിന്റെ സ്റ്റാർ ലൈക്ക്. റോഫിന്റെ സ്റ്റാർ ലൈക്ക് നിലവിൽ ഈ പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് ഇറ്റലിയിൽ നിന്ന് നേരിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നതും ഇപ്പോഴും അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഈ മാർക്കറ്റിലെ ലീഡർ സ്റ്റാർ ലൈക്ക് ആണ് റോഫ്. ഇതാണ് 3ാമത്തെ ടൈപ്പ്, അതായത് ഗ്ലാസ് ബോണ്ട് എപ്പോക്സി. അതായത് ഗ്ലാസ് ഉരുക്കി നമ്മുടെ ടൈൽസിന്റെ ജോയിന്റ്സിനകത്ത് ഫില്ല് ചെയ്ത കണക്ക് ഉള്ള ഒരു ലുക്ക് കിട്ടുന്ന മെറ്റീരിയൽ. ഇതിന്റെ ക്ലോസപ്സ് പിന്നെ കാണിക്കാം. പക്ഷേ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബ്രാൻഡ്സ്. ഇത് കോൺപാക്കിന്റെ ഗ്ലാസ് ബോണ്ട് എപ്പോക്സി, ഇത് സെറാപോക്സിയുടെ ഗ്ലാസ് ബോണ്ട് എപ്പോക്സി. സെറാപോക്സിയാണ് ഗ്ലാസ് ബോണ്ട് കേരളത്തിൽ ഏറ്റവും ആദ്യം കൊണ്ടുവന്നതും ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തതും ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തതും സെറാപോക്സിയാണ്. എല്ലാ ഗ്ലാസ് ബോണ്ട് എപ്പോക്സീസും നല്ലതാണ്. പക്ഷേ എപ്പോക്സിയുടെ കേസിൽ ഞങ്ങൾ എപ്പോഴും പറയും നല്ല ബ്രാൻഡ് നോക്കിയേ ഉപയോഗിക്കാവൂ, ലിനിയേജ് ഉള്ള ബ്രാൻഡ് നോക്കിയേ ഉപയോഗിക്കാവൂ. അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്തുവാന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ അതിന് സമയം തികയില്ല. പക്ഷേ ഇതൊരു സത്യമാണ്, എപ്പോക്സി ഗ്രൗട്ട്സ് എപ്പോഴും ബ്രാൻഡഡ് മാത്രമേ ഉപയോഗിക്കാവൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ
എപ്പോക്സീസ് 3 ടൈപ്പാണ്. 3 പാർട്ട് എപ്പോക്സീസ്, 2 പാർട്ട് എപ്പോക്സീസ്, പിന്നെ സിംഗിൾ പാർട്ട് എപ്പോക്സി ഉണ്ട്. എല്ലാ കമ്പനീസും അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മാർക്കറ്റിൽ അത് വന്നു തുടങ്ങിയിട്ടില്ല. മൂന്നാമത്തെ എപ്പോക്സിക്ക് പകരം ആണ് നമ്മൾ കാണിച്ച ഗ്ലാസ് ബോണ്ട് എപ്പോക്സീസ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിലിൽ നോക്കാം ബ്രീഫായിട്ട്. 3 പാർട്ട് എപ്പോക്സി എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് റോഫിന്റെ ആണ്. പിഡിലൈറ്റിന്റെ റോഫ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻലി ഇതിനകത്തുനിന്ന് നമുക്ക് ബക്കറ്റിനകത്തുനിന്ന് കിട്ടുന്നത് ഈ 2 ബോട്ടിൽസ് ആണ്. ഈ 3 പാർട്ടിനകത്തെ പാർട്ട് 1ഉം പാർട്ട് 2 ആണ്. പാർട്ട് 1 ബേസിക്കലി ഒരു ബേസ് ആണ്, ഒരു റെസിൻ ബേസ് ആണ്. ഹാർഡ്നർ ആണ് ഈ റെസിനെ സോളിഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരുന്ന 1 വർഷമോ 2 വർഷമോ ഇത് ഇതേപോലെ ഇരിക്കും. പക്ഷേ ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 20 മിനിറ്റ്സ് ഇത് സെറ്റായി തുടങ്ങും. വിതിൻ 40 മിനിറ്റ് ഇത് കല്ല് പോലെ റോക്ക് ഫോമിൽ ഇതങ്ങ് സെറ്റ് ആവും. ഇനി ഇതിന്റെ 3rd പാർട്ട് എന്ന് പറയുന്നതാണ് ഈ ഫില്ലർ പൗഡർ. ഈ ഫില്ലർ പൗഡർ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് വെബറിന്റെ ആണ്. ബട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് കഴിവതും നമ്മൾ ഒരേ കമ്പനിയുടെ മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണം. ഇതൊരു ഓപ്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ 3rd പാർട്ടും കൂടെ ആവുമ്പം ഇത് 3 പാർട്ട് എപ്പോക്സി ആയി. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇനി ഇതേപോലെ ഒരു 2 പാർട്ട് എപ്പോക്സി എടുത്തു കഴിഞ്ഞാൽ, ഇതും റോഫിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലീനിങ് എക്യുപ്മെന്റ്സ് കാണും, ഹാർഡ്നർ ഉണ്ട്, കളർ റെസിനും ഇതിനകത്ത് ഓൾറെഡി മിക്സ്ഡ് ആണ്. അത് ഇതിനകത്ത് നോക്കിയാൽ അറിയാം. ഇതൊരു ഡാർക്ക് ഗ്രേ കളർ ആണ് ഇതിനകത്ത് കളർ. അത് റെസിനും പൗഡറും ഓൾറെഡി മിക്സ്ഡ് ആണ്. സോ നൗ ഇറ്റ് ഈസ് ഓൺലി 2 പാർട്ട്. ഇതിനെ ഹാർഡ്നർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ്സിനകത്ത് ഇത് സെറ്റ് ആയി തുടങ്ങും. 40 മിനിറ്റ്സിൽ ഇത് കംപ്ലീറ്റ്ലി സെറ്റ് ആവും. ഇനി സിംഗിൾ പാർട്ട് എപ്പോക്സി എന്ന് പറയുമ്പോൾ റെസിനും ഹാർഡ്നറും കളറും ഇത് 3ഉം ഒരുമിച്ചായിരിക്കും ബോക്സിനകത്ത് വരുന്നത്. പക്ഷേ ഇതിന്റെ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഓക്സിജനോട് അല്ലെങ്കിൽ നമ്മുടെ എയറിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓക്സിജനുമായിട്ട് ഇത് വരുമ്പോഴാണ് ഇതിന്റെ സെറ്റിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു എയർ ടൈറ്റ് പാക്കറ്റിനകത്തായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ആ പ്രൊഡക്റ്റ് ഇപ്പോഴും വന്നിട്ടില്ല. വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു റിവ്യൂ നടത്തും. ടൈപ്പ് ഓഫ് എപ്പോക്സീസ് നമ്മൾ നോക്കി. 3 പാർട്ട്, 2 പാർട്ട്, സിംഗിൾ പാർട്ട്. ഇനി കൈൻഡ് ഓഫ് എപ്പോക്സീസ്. കൈൻഡ് ഓഫ് എപ്പോക്സീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പാർട്ടിനകത്ത് 2 പാർട്ട് കെമിക്കലാണ്, ഒരു റെസിനും ഒരു ഹാർഡ്നറും. ഒരു പാർട്ട് ഈ കളറാണ്. ഈ കളർ പൗഡർ ആയിട്ടും വരും, ലിക്വിഡ് ആയിട്ടും വരും. ലിക്വിഡ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഗ്ലാസ് എപ്പോക്സിക്കകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ മോസ്റ്റ്ലി സോളിഡ് ഫോമിൽ, പൗഡർ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 3 പാർട്ടിനകത്ത് നമ്മൾ ഇതിനെ 2 പാർട്ടായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഫില്ലർ പൗഡർ 2 ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പാണ് നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 2 വിരലിന്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു തരി ഫീൽ ചെയ്യും. ഒന്നെങ്കിൽ ഒരു തേയിലയുടെ പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ നമ്മുടെ വിരലിന്റെ ഇടയിൽ വെച്ച് ഫീൽ ചെയ്താൽ എങ്ങനെ ഫീൽ ചെയ്യും, അതുപോലെ മോസ്റ്റ് ആപ്ലിക്കേറ്റേഴ്സും ഇതാണ് ശീലിച്ചിരിക്കുന്നത്. മോസ്റ്റ് ആപ്ലിക്കേറ്റേഴ്സിന് താല്പര്യം ഇത് യൂസ് ചെയ്യാൻ. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് കുറെ ഫോർഗീവിംഗ് ആണ്. അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാലും ഇതിനകത്ത് റിക്കവറി ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. പല രീതിയിലും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ലുക്കിന്റെ കാര്യത്തിൽ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇല്ല. പക്ഷേ ആപ്ലിക്കേറ്റേഴ്സ് എപ്പോഴും നോക്കുന്നത് അവരുടെ വർക്ക് നീറ്റായിട്ട് തീർക്കാനാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഈ പ്രൊഡക്റ്റ് കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത്. ഈ തരിയുള്ള ഇത് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി MYK ലാറ്റിക്രേറ്റ് ആണ് തരിയുള്ള ഫില്ലർ പൗഡർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തരിയുള്ള ഫില്ലർ പൗഡർ യൂസ് ചെയ്യുന്ന വേറൊരു കമ്പനിയാണ് വെബർ. വെബറിന്റെ 3 പാർട്ടും തരിയുള്ള ഫില്ലർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ മൂന്നാമത്തെ ഒരു കമ്പനിയാണ് അൾട്രാടെക്. അൾട്രാടെക്കിന്റെ ഫില്ലർ പൗഡറും തരിയുള്ള പൗഡറാണ്. ഇനി ഇത് കൂടാതെ അടുത്ത ടൈപ്പ് നമുക്കുള്ളത് സെറാപോക്സി യൂസ് ചെയ്യുന്ന ഒരു ഫില്ലർ പൗഡറാണ്. ഈ ഫില്ലർ പൗഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ടാൽക്കം പൗഡർ പോലെ ഇരിക്കും. നമ്മുടെ പോൺസ്, കുട്ടിക്കുറ എന്ന് പറയുന്ന മുഖത്തൊക്കെ തേക്കുന്ന അല്ലെ ശരീരത്തിടുന്ന ടാൽക്കം പൗഡറിന്റെ അതേ ടെക്സ്ചർ ആയിരിക്കും. ഈ ടെക്സ്ചർ ഡീൽ ചെയ്യാൻ സ്വല്പം പാടാണ്. പക്ഷേ ഇതിന്റെ ലുക്ക് ഒരിക്കലും തരിയുള്ള ഫില്ലർ പൗഡറിന് കിട്ടില്ല. അതുകൊണ്ട് പല ആപ്ലിക്കേറ്റേഴ്സിനും ഇത് ഉപയോഗിക്കുന്നതിൽ ഒരു റിസർവേഷൻ ഉണ്ട്. പക്ഷേ രണ്ടും നല്ലത് തന്നെയാണ്. ഏത് ഉപയോഗിച്ചാലും എപ്പോഴും ആപ്ലിക്കേറ്ററിന് ഏതാണോ കംഫർട്ടബിൾ അത് തന്നെ മേടിച്ചു കൊടുക്കാൻ നോക്കുക. ഇനി ഇപ്പോക്സിയെ കുറിച്ചുള്ള എപ്പിസോഡിൽ നമ്മൾ സ്പെഷ്യൽ പർപ്പസ് ഇപ്പോക്സിയെ കുറിച്ച് പറയാതെ രക്ഷയില്ല. സ്പെഷ്യൽ പർപ്പസ് ഇപ്പോക്സിയിൽ ആദ്യത്തെ ഇപ്പോക്സി ഏതാന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ സ്പേസർ ഇടാൻ മടിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് വർഷം മുമ്പ് സ്പേസേഴ്സും ഗ്യാപ്പൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇട്ട ഫ്ലോർ നമുക്കൊന്ന് ഇപ്പോക്സി വെച്ച് ഫില്ല് ചെയ്യണം. അപ്പം ഗ്യാപ്പ് ഇല്ലാത്തടത്ത് എങ്ങനെ ഇപ്പോക്സി ഫില്ല് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളിടത്തും ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പോക്സി മാർക്കറ്റിലുണ്ട്. സെറാപോക്സി 63. ഞാൻ നേരത്തെ ഇതിന്റെ ഫില്ലർ പൗഡർ കാണിച്ചിരുന്നു. ഈ ഫില്ലർ പൗഡർ വെച്ച് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഗ്യാപ്പ് ഇല്ലാത്തടത്തും ഇപ്പോക്സി വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് എസ്പെഷ്യലി യൂസ്ഫുൾ ആണ് പഴയ ബാത്റൂംസ്. അതായത് പഴയ ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിച്ച ടൈൽസ് ഇളക്കാതെ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാക്കാതെ തന്നെ ഇപ്പോക്സി വെച്ച് ഫില്ല് ചെയ്ത് അതിന്റെ ഒരു സെക്യൂരിറ്റി നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് സെറാപോക്സി 23. സെറാപോക്സി 63. സെറാപോക്സി 63യുടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് ഏത് കളർ എടുത്താലും പൗഡർ വൈറ്റ് ആയിരിക്കും. കളർ ഇരിക്കുന്നത് റെസിനകത്താണ്. അത് ഇതിന്റെ വേറൊരു
വേറൊരു വിശേഷതയാണ്. അതാണ് ഈ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടെ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ്, അതായത് എപ്പോക്സി ഇടാൻ സ്പേസ് ഇല്ലാത്തടത്ത് പോലും എപ്പോക്സി ഇടാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്പെഷ്യൽ പർപ്പസ് എപ്പോക്സി ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ യൂസ് ആണ് ഈ കാണുന്ന ലൈൻസ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടുന്ന് അവസാനത്തെ ഒരു 6-7 കളറിനകത്ത് നമുക്കൊരു ഗ്ലിറ്ററിങ് കാണാൻ പറ്റും. ഈ ഗ്ലിറ്ററിങ് ശരിക്കും പറഞ്ഞാൽ ഈ ടൈൽസിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജിങ് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ വൈറ്റ് കളറിലെ സ്ലാബ്, എന്റെ പുറകെ കാണുന്ന ഇതേ വൈറ്റ് സ്ലാബ് വിരിച്ചിട്ട് അതിനകത്ത് 5 mm ഗ്യാപ്പ് വിട്ട് അതിന്റെ ഇടയ്ക്ക് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത ആ ബ്ലാക്ക് കളർ എപ്പോഴും 2 ടൈലിന്റെ ഇടയിൽ സെപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ആ ബ്ലാക്കിനകത്ത് ഈ സിൽവർ തരികൾ ഉണ്ടെങ്കിൽ എസ്തെറ്റിക്കലി അത് ഈ 2 ടൈലിന്റെ ഇടയിലും ഈ ബ്ലാക്ക് ലൈനിനകത്ത് ഒരു ബ്രിഡ്ജിങ് എഫക്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ ഗ്ലിറ്റർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ കമ്പനിയിൽ നിന്നും മേടിക്കാൻ പറ്റും. അത് റോഫിലും അവൈലബിൾ ആണ്, അത് വെബറിൽ അവൈലബിൾ ആണ്, സെറാഫോക്സിയിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷേ ഒരു കമ്പനിയുടെ മെറ്റീരിയലിനകത്ത് ഇത് പ്രീമിക്സ് ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് തന്നെ പ്രീമിക്സ് ആയി വരും. ആ പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടർ പ്രൊഡക്റ്റ് ഓഫ് epoxy in India, and that product is MYK Laticrete Dazzler. Yes, ഇതിന് വണ്ടർ പ്രൊഡക്റ്റ് എന്ന് പറയാൻ ഉള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഗ്ലിറ്ററിംഗ് എഫക്ട് ഇതിനകത്ത് കമ്പനിയിൽ നിന്ന് പ്രീമിക്സ് ചെയ്ത് തന്നെ ഫില്ലർ പൗഡറിനകത്ത് വരും. അതിന്റെ ഡിഫറൻസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ കൈകൊണ്ട് യൂസ് ചെയ്ത് നമ്മൾ എത്ര ഗ്ലിറ്ററിംഗ് മിക്സ് ചെയ്താലും ഗ്ലിറ്ററിംഗിന്റെ ക്വാളിറ്റിയും ആ ഗ്ലിറ്ററിംഗിന്റെ മിക്സിംഗ് ഫാക്ടറിയിൽ നിന്ന് മെഷീൻസിനകത്ത് മിക്സ് ചെയ്ത് വരുന്ന പോലെ ഒരിക്കലും വരില്ല. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഇല്ല, 3 ഗ്ലിറ്ററിംഗ് കളേഴ്സേ ഉള്ളൂ, സിൽവർ, ഗോൾഡ് ആൻഡ് കോപ്പർ. ഒരു 7-8 കളറിനകത്ത് ഈ 3 ഗ്ലിറ്ററിംഗിന്റെ കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു 20-21 കോമ്പിനേഷനെ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിന്റെ റെസിൻ ക്വാളിറ്റിയും ഇതിന്റെ ഫില്ലർ പൗഡർ ക്വാളിറ്റിയും ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണ്, പക്ഷേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ MYK Laticrete Dazzler ആണ് മാർക്കറ്റിലെ ബെസ്റ്റ് പ്രൊഡക്റ്റ്. സോ ലൈക്ക് എവറി എപ്പിസോഡ്, ഈ എപ്പിസോഡിൽ നിന്നും എന്തെങ്കിലും പുതിയ ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നാണ് ദ ബെസ്റ്റ് ഡേ ടു സബ്സ്ക്രൈബ്. Ciao.